ഫോർട്ട് കൊച്ചി ഗസ്റ്റ് ഹൗസിന് സമീപമുള്ള ഫുഡ് സ്ട്രീറ്റിൽ നമുക്കറിയാം, അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ നിറയെ മരങ്ങളാണ്. ആ കടകൾക്ക് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു. 5 കടകൾ തകർന്നിരിക്കുകയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി. പ്രദീപ്, ഈ ഫോർട്ട് കൊച്ചിയിൽ എത്തുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് ആ സ്ഥലം. അവിടെ നിരവധി കടകളുണ്ട്. കാര്യമായ അപകടമൊന്നും സംഭവിച്ചില്ല എന്ന് കരുതുന്നു. എന്താണ് വിശദാംശങ്ങൾ? ആര്യ, ഫോർട്ട് കൊച്ചി ഫുഡ് സ്ട്രീറ്റിൽ, അതായത് ഫോർട്ട് കൊച്ചി ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്ത് ആണ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ചെറിയൊരു വഴി സ്ഥിതി ചെയ്യുന്നത്. 100 കണക്കിന് ടൂറിസ്റ്റുകൾ ദിവസവും എത്തുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ വലിയ ഒരു മഴമരം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഈ മേഖലയിൽ മഴമരം പിഴുതു വീണത്. അതിൻ്റെ മരത്തിൻ്റെ വലിപ്പം എത്രയുണ്ടെന്നറിയാൻ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ മതിയാവും. വളരെ വലിയ മരങ്ങളാണ് ഇവിടെയുള്ളത്. ഗസ്റ്റ് ഹൗസിനോട് ചേർന്നാണ്. ഏതാണ്ട് ഈ ആൻറ്റീക് വസ്തുക്കൾ, പുരാവസ്തുക്കളും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന 5 കടകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. ഈ രാത്രികാലമായതുകൊണ്ട് തന്നെ കടകളിൽ കച്ചവടക്കാരോ അല്ലെങ്കിൽ ആളുകൾ വാങ്ങാൻ വന്ന ആളുകളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. തൊട്ട് പിന്നിൽ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഗസ്റ്റ് ഹൗസിൽ ആളുകൾ തങ്ങുന്നതാണ്. ഗസ്റ്റ് ഹൗസിൻ്റെ അടുക്കളയ്ക്ക് അതുപോലെ വാട്ടർ ടാങ്കിന് ഉൾപ്പെടെ കുറച്ച് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ കോമ്പൗണ്ടിനുള്ളിലാണ് ഗസ്റ്റ് ഹൗസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ കടകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, പകലോ മറ്റോ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത വലിയൊരു അപകടത്തിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതാ ഈ മരത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി എത്ര മണിക്കൂർ എടുക്കും ഇത് വെട്ടിമാറ്റാനെന്നറിയില്ല. ഗതാഗതമുള്ളൊരു റോഡല്ല, അതുകൊണ്ട് തന്നെ അത്തരം ഗതാഗത തടസ്സമോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വൈദ്യുതി ലൈനുകളടക്കം പ്രദേശത്ത് തകരാറിലായിരിക്കുന്നു. ഒട്ടേറെ ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ കടകൾ എന്ന് പറയുന്നത്. അവയ്ക്ക് മുകളിലേക്കാണ് ഇത് വീണിരിക്കുന്നത്. ഇത് പ്രദേശവാസികളൊക്കെ ഉണ്ടോ, അപ്പം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ആളുകളും ഒക്കെ എത്തിയിട്ടുണ്ട്. അതേസമയം ഏറ്റവും വിചിത്രമായ കാര്യം, ഇത്തരത്തിൽ ഈ മരം അപകടാവസ്ഥയിലാണ് എന്ന് കാണിച്ച് 3 വർഷം മുൻപ് പരാതി നൽകിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. വെളിപ്പാട് അകലെയാണ് ഫോർട്ട് കൊച്ചി RDO ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഒരു നടപടിയും പരാതി നൽകിയെങ്കിലും ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. ഈ മരത്തിൻ്റെ അപകടാവസ്ഥ കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരത്തെ പരാതി കൊടുത്തിരുന്നു. 3 വർഷത്തോളമായിട്ട് നമ്മൾ ഇതിൻ്റെ പരാതി പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലും തഹസിൽദാറിനും അതുകൂടാണ്ട് നമ്മൾ ഇതിനൊരു ഹെറിറ്റേജ് കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ കൊടുത്തിട്ട് 3 വർഷമായിട്ട് അവരൊരു നടപടി എടുത്തിട്ടില്ല. നടപടി അവർ ഇതിനു വേണ്ടി കൊട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത്, പക്ഷേ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മരം മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണായിരുന്നു. 3 വർഷം. 1 മാസം മുമ്പ് വന്നിട്ട് അളവൊക്കെ നോക്കി അതിൻ്റെ അപ്പുറത്തെ സൈഡ് 2 വലിയ മരത്തിൻ്റെ കൈ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടുകാർ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഇപ്പുറത്തേക്ക് വെയിറ്റ് കൂടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് മറിഞ്ഞേക്കുന്നത്. വലിയൊരു അപകടം ഒഴിവായില്ലേ? രാത്രി കാലത്തായിരുന്നു. 1.5 മണിക്കാണ് സംഭവിച്ചത്. അതുകൊണ്ട് വലിയൊരു അപകടം. ഒന്നാമത് ഞായറാഴ്ചയും കൂടി ആയിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. തിരക്കുള്ള ടൈമായിരുന്നു. വെളുപ്പിനായതുകൊണ്ട് ഒന്നും പറ്റിയില്ല. കടക്കാരൊക്കെ പൂട്ടിപ്പോയതുകൊണ്ട് രക്ഷപ്പെട്ട്. കടകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നാശനഷ്ടമുണ്ട്. ഓരോ കടകൾക്കും 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ കടക്കും. ചില കടകൾ ഡ്രസ്സ് കടകളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു 10 ലക്ഷം രൂപ വരെയൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എല്ലാം കൂടി നോക്കുമ്പോൾ എങ്ങനെയൊക്കെ പോലെ 20 ലക്ഷം രൂപയ്ക്ക് മേപ്പോട്ട് നഷ്ടം എല്ലാ വ്യാപാരികൾക്കും. റെസ്റ്റ് ഹൗസിനും ചെറിയ നഷ്ടം. അത് മാത്രമല്ല, ആ ഉദാസീനത കാരണം ഒരു 10-12 ഐസ്ക്രീം വണ്ടികളുണ്ട്. ഞങ്ങൾക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചരക്കുകളൊക്കെ മെൽറ്റായിരിക്കണതാണ്. ഈ 2 ദിവസം ആകുമ്പോൾ നമുക്ക് 12 ഉപജീവനമാർഗ്ഗങ്ങൾ നഷ്ടപ്പെടുത്തിക്കണം ഈ ഒരു ഉദാസീനത കാരണം. നേരത്തെ പരാതി നൽകിയിരുന്നു. പരാതി കൊടുത്തതാണ്. പിന്നെ അധികാരികൾ ശ്രദ്ധിക്കാത്തതിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ്. ഈ ഫോർട്ട് കൊച്ചി വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ വെളിപ്പാടുകളെ അതെ, ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ മിനിയാന്ന് ഇതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടായതാണ്. പിന്നെ RDO ഓഫീസിൽ തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ അന്ന് ഇത് പരാതി എല്ലാവരും പറഞ്ഞതാണ്. ഇവിടുത്തെ മരങ്ങൾ മഴക്കാലമാണ്, മരങ്ങൾ വെട്ടണം, ശ്രദ്ധിക്കണം, അപകടസാധ്യതയുള്ള മരങ്ങൾ വെട്ടണമെന്ന് അന്നും പറഞ്ഞതാണ്. അപ്പം അത് അധികാരികൾ ശ്രദ്ധിക്കുക. ഇനിയുള്ള ഇതിൽ ശ്രദ്ധിച്ചിട്ട് ഇവരെ നാശനഷ്ടങ്ങൾ എത്രയും പെട്ടെന്ന് അധികാരികൾ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 10-25 ലക്ഷം രൂപേൻ്റെ നാശനഷ്ടങ്ങൾ. നമ്മുടെ കടയിൽ ആദ്യം 2 വർഷം മുമ്പ് വീണിട്ട് ഞാൻ പരാതി കൊടുത്തത്. അപ്പോൾ അത് വന്നിട്ട് ഇവർ ഞാൻ കൊട്ടേഷൻ കൊടുത്ത് എല്ലാം ചെയ്തിട്ട് വെട്ടിക്കാനുള്ള അവരെ ഫണ്ടില്ലാന്നാണ് പറഞ്ഞത്. അതുകൊണ്ടിട്ട് അത് നിർത്തലാക്കി. എന്നിട്ട് വേറെ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ചെറിയ കൊമ്പൊക്കെ വെട്ടി. ഇത് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ നമ്മളെ കടകൾ കംപ്ലീറ്റ് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ്. ഓരോ മഴക്കാലത്തും ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് സർക്കാർ തന്നെ സ്വകാര്യ വ്യക്തികളോട് നിർദ്ദേശിക്കാറുണ്ട്. ജില്ലാ കളക്ടർമാർ അല്ലെങ്കിൽ റവന്യൂ ഓഫീസർമാർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശവും ഉത്തരവും ഒക്കെ ഇറക്കാറുണ്ട്. ഇത്തവണയും പതിവ് പോലെ അത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും വലിയൊരു അപകടം അർദ്ധരാത്രി ആയതുകൊണ്ട്, പ്രദേശത്ത് ആളുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ് നാട്ടുകാർ. നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളുണ്ട്. വലിയൊരു അപകടം ഒഴിവായ കുരുത്തം കൊണ്ടല്ലേ? അതെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ അനാസ്ഥ ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് മരങ്ങളുണ്ട്. 100 വർഷം, 150 വർഷം, 200 വർഷം പഴക്കമുള്ള മരങ്ങളുണ്ട്. ഇതിനെ ഒന്നുകിൽ സംരക്ഷിക്കുക, അതിനെ ഒഴിവാക്കുക. എല്ലാ മരങ്ങളും വെട്ടിമാറ്റുക പ്രായോഗികമല്ല നമുക്ക്. പക്ഷേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ സാധാരണ അമ്പലങ്ങൾ അപകടം ഒഴിവാക്കാൻ വേണ്ടി അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങൾ ആൾത്തറ പോലെ ചുറ്റിക്കെട്ടി വെക്കുക. ഇത് മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ വെള്ളം ഇറങ്ങുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ഭൂമിയിൽ വെള്ളം ഇറങ്ങുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആൾത്തറ പോലെ കെട്ടി വെക്കുക. പെയ്യുന്ന മഴ വേര് കുടിക്കണം വെള്ളം, അവനിക്ക് അപ്പോഴേ ബലം കിട്ടുള്ളൂ. എന്തായാലും നടപടി വേണം അല്ലേ? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇത് മൊത്തത്തിൽ വരുന്ന മാറി മാറുന്ന സർക്കാരിൻ്റെ അനാസ്ഥയാണ്. നമ്മൾ പ്രത്യേകിച്ച് കുറ്റം പറഞ്ഞിട്ട് ശ്രദ്ധിച്ച ഞാൻ ഈ മരത്തിൻ്റെ വലിയ വേര് അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം കാണണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും കേട്ടോ. മഴമരം എന്നാണ് ഇവിടെ ഇത് അറിയപ്പെടുന്നത്. ഉറക്കം തൂങ്ങിയ മരം എന്നും പൊതുവിൽ അറിയപ്പെടും. ഇതിൻ്റെ വേര് എന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറിയിട്ടാണ്. ഇതാ ഈ കാണുന്ന മൊത്തം ഒറ്റ മരമാണ് കേട്ടോ. അതിൻ്റെ ശിഖരങ്ങൾ ഉൾപ്പെടെയാണ്. അതിൽ മറ്റ് പരാന്ന സസ്യങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. ഇതാ തൊട്ടടുത്തുള്ള ഒരു മതിലിനോട് ചേർന്നായിരുന്നു, മതിലിൽ കൂടിയായിരുന്നു ഈ മരം നിന്നിരുന്നത്. ചൂടെ പിഴുതു പോരുകയായിരുന്നു. വൈദ്യുതി ലൈനുകൾ ഇതിൻ്റെ അടിയിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ വൈദ്യുതി ലൈനുകൾ തകർന്ന് നമുക്ക് കാണാം, ഒരു പോസ്റ്റ് തകർന്നിട്ടുണ്ട്, അതിൻ്റെ കേബിളുകൾ ലൈന് എല്ലാം പോയിട്ടുണ്ട്. ആ മരത്തിൻ്റെ വേരെന്ന് പറയുന്നത് അത്ര വിസ്തൃതിയുണ്ട്. ഒരു 5 or 6 ആളുകൾ പിടിച്ചാൽ മാത്രം വട്ടമെത്താവുന്ന തരത്തിലുള്ള അത്ര വലിയ മരമാണ് ഈ ഫോർട്ട് കൊച്ചി മേഖലയിലെ മഴമരം അല്ലെങ്കിൽ ഉറക്കം തൂങ്ങി മരം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷവും ഇവിടുന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാറി ഏതാണ്ട് സമാനമായ ഒരു അപകടമുണ്ടായിരുന്നു. അന്നും തലനാരിടയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. അതും രാത്രിയിലായിരുന്നു, ആളുകൾ ഉണ്ടായിരുന്നില്ല. 1-2 കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് മറ്റുമായിരുന്നു അന്ന് ആ മരം വീണത്. ഫോർട്ട് കൊച്ചി റെസ്റ്റ് ഹൗസിലാണെങ്കിൽ തന്നെ അവിടെ ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീൻ്റെ അടുക്കളയുടെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വാട്ടർ ടാങ്കുകൾക്ക് തകരാറുണ്ടായിട്ടുണ്ട്. ഇതാണ് ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ ഈ അപകടത്തിൻ്റെ ദൃശ്യം. എന്തായിരുന്നാലും തലനാരിഴക്കെങ്കിലും വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. ഫോർട്ട് കൊച്ചിയിൽ മഴമരം എന്നൊക്കെ അറിയപ്പെടുന്ന ആ വലിയ മരമാണ് ഇന്നലെ രാത്രി കട പുഴകി വീണത്. കെട്ടിടങ്ങൾക്ക്, അവിടെയുള്ള കടകൾക്ക് കേടുപാട് സംഭവിച്ചെങ്കിലും ആശ്വാസകരമെന്ന് പറയട്ടെ, ആളപായമില്ല, മനുഷ്യർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവിടെ പറയുന്ന പരാതികൾ വളരെ പ്രസക്തമാണ്. പലതവണ ഇവർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. RDO ഓഫീസിൻ്റെ തൊട്ടടുത്താണ്, എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു എന്നതാണ്.